എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ചേതക്കിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ EV3503 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചേതക്കിൻ്റെ 35 സീരീസ് ആണ്. ഇത് 3503 ആണ്. ഇനി 3502, 3501 എന്നീ രണ്ട് വേരിയൻറ്റുകൾ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 3503-ൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 1,23,000 രൂപയാണ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാറൻറ്റി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ. ഏതാണോ ആദ്യം വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് ഇതിൻ്റെ വാറൻറ്റി വരുന്നത്. ഈ വാറൻറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ 6,000 രൂപ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ 20,000 കിലോമീറ്ററും കൂടെ ചേർത്ത് അങ്ങനെ മൊത്തം പറയുകയാണെങ്കിൽ 70,000 കിലോമീറ്റർ വാറൻറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അഡീഷണൽ വാറൻറ്റി അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറൻറ്റി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് അടയ്ക്കണമെന്നില്ല. വണ്ടി ഡെലിവറി എടുത്തിട്ട് നമ്മുടെ ആ സമയത്ത് പേയ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 1 വർഷത്തെ കാലാവധിയുണ്ട്. അതിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അത് 6,000 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. 6,000 രൂപ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷം അങ്ങനെ മൊത്തത്തിൽ വാറൻറ്റി നമുക്ക് പേയ്മെൻറ്റ് ചെയ്തുകൂടെ കിട്ടുമ്പോൾ അഡീഷണൽ എക്സ്റ്റൻഡ് വാറൻറ്റി കൂടെ എടുക്കുമ്പോൾ നമുക്ക് 70,000 കിലോമീറ്ററും 5 വർഷത്തേക്ക് ഇതിൻ്റെ വാറൻറ്റി കവറേജ് കിട്ടുന്നതാണ്. വാറൻറ്റിയിലേക്കകത്ത് കവറേജ് വരുന്നത് ബാറ്ററി, മോട്ടർ, പിന്നെ ചാർജർ. ഈ 3ഉം വാറൻറ്റിക്കകത്ത് കവറേജ് ആയിരിക്കും. ബാറ്ററി, മോട്ടർ, ചാർജർ. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ കവറേജ് ഉണ്ട്. ഇതിൻ്റെ ബാറ്ററിക്കുണ്ട്, ഇതിൻ്റെ മോട്ടറിനുണ്ട്, ഇതിൻ്റെ വയറിംഗ് കിറ്റിനുണ്ട്, ചാർജറിനുണ്ട്. അങ്ങനെ ബാറ്ററി, മോട്ടർ, ചാർജർ, വയറിംഗ് കിറ്റ് ഇതിനെല്ലാം കൂടെ ചേർന്നുള്ള വാറൻറ്റിയാണ് വരുന്നത്. അതായത് വണ്ടിയുടെ മൊത്തത്തിൽ തന്നെ കവറേജ് ഉണ്ടെന്ന് പറയാം. ഈ തേയ്മാനം വരുന്ന സാധനങ്ങൾക്ക് ടയർ അതിനൊന്നും വാറൻറ്റി ഇല്ല. ബാക്കി എല്ലാവിധ സാധനങ്ങൾക്കും ഇതിന് വാറൻറ്റി ഉണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് കളർ ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ 2 വേരിയൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3502-ഉം 3501-ഉം. അതിന് വരുന്നത് 5 ഇഞ്ചിൻ്റെ TFT വിത്ത് ടച്ച് ആണ് വരുന്നത് ഡിസ്പ്ലേ വരുന്നത്. ഇത് ഡ്രൈവ് മോഡാണ്. ഇത് മോഡ് സ്വിച്ച് ആണ്. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് അറിയാം, കിലോമീറ്റർ അറിയാം, എല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. ഇത് മോഡ് സ്വിച്ചാണ്. നമുക്ക് ഈ സ്വിച്ചിൽ അമർത്തുമ്പോൾ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഓരോന്ന് കാണാൻ പറ്റും. ഇതിപ്പം 33.4 കിലോമീറ്റർ ട്രിപ്പ് കാണിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും അത് മോഡ് സ്വിച്ചിൽ അമർത്തിയപ്പോൾ 82% ഇതിൻ്റെ ബാറ്ററിക്ക് ഇനി കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിലുള്ള ഇത് മൊത്തത്തിൽ ഓടിയിരിക്കുന്നത് 2,169 കിലോമീറ്ററാണ്. അങ്ങനെ ഈ സ്വിച്ച് നിൽക്കുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്ന ഈ സ്വിച്ച് നിൽക്കുമ്പോൾ നമുക്കെല്ലാം ഈ ഡിസ്പ്ലേ നമുക്ക് കാണിച്ചു തരും. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത് LED ഹെഡ്ലൈറ്റ് ആണ്. അത്യാവശ്യം നല്ല പവർ ഇതിന് കിട്ടും. ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഇതിൻ്റെ ബാറ്ററി ഇതിനകത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററിൻ്റെ പൊസിഷനുള്ളത്. ഇതിപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിനകത്തുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്, നമ്മൾ ഈ സീറ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വീഴില്ല. മറ്റുള്ള പല വാഹനങ്ങൾക്കും ഇത് താഴേക്ക് പോകും. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജാണ്. 35 ലിറ്ററോളം ആണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് പറയുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ 2 ഹെൽമെറ്റൊക്കെ ഇതിനകത്ത് കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതൊക്കെ തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിൻ്റെ ചാർജർ കണക്ട് ചെയ്യുന്നതിനുള്ള സ്ലോട്ട് ഇവിടെയാണുള്ളത്. ഇവിടെയാണ് നമ്മൾ ചാർജർ കണക്ട് ചെയ്യേണ്ടത്. ഇതിന് ഓഫ് ബോർഡ് ചാർജറാണുള്ളത്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് 2 വേരിയൻറ്റുകൾ, ആ 2 വേരിയൻറ്റിലേക്ക് വരുന്നത് ഓൺ ബോർഡ് ചാർജറാണുള്ളത്. ഇത് ഓഫ് ബോർഡ് ചാർജറാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ചാർജർ കുത്തിയിട്ട് ചാർജ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഫുൾ ചാർജ് ആവാൻ 100% ചാർജ് ആവുന്നതിന് വേണ്ടി ഒരു 5 മണിക്കൂറോളം ഇതിന് ചാർജിങ് ടൈം വരുന്നുണ്ട്. ഇതൊരു 80% വരെ മതിയെന്നുണ്ടെങ്കിൽ ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ അപ്രോക്സിമേറ്റ് കൊണ്ട് നമുക്ക് ഇതിന് ഏകദേശം ഒരു 80% ചാർജ് ആവും. പിന്നെ മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് അല്ലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി വരുന്നത് ഫുൾ ബോഡി ഇതിൻ്റെ മെറ്റലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബോഡി വരുന്നത് ഇത് മെറ്റലായിട്ടാണ്. ഇത് അലോയ് വീൽസാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ബ്രേക്ക് വരുന്നത് ഡ്രമ്മാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്നത് ഡിസ്ക്കാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 63 കിലോമീറ്ററാണ്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്നത് 73 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. ഇതിനൊരു 3,000 രൂപയുടെ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്കിവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. ഇതിൻ്റെ റിവേഴ്സ് മോഡിൻ്റെ സ്വിച്ചാണ്. ഈ സ്വിച്ച് നമുക്ക് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ആ 3000 രൂപയുടെ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്വിച്ച് ആക്റ്റീവ് ആകത്തുള്ളൂ. ഇതിൻ്റെ പേര് വരുന്നത് ടെക് പാക്ക് എന്നാണ്. അപ്പോൾ ഈ ടെക് പാക്ക് നമ്മൾ 3000 രൂപ എടുത്ത് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് റിവേഴ്സിൻ്റെ മോഡ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, സ്പോർട്സ് മോഡ് ഇതെല്ലാം ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3000 രൂപയുടെ ടെക് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മൾ 3000 രൂപ അടച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്രയും ആക്റ്റീവായി കിട്ടുന്നത്. ഇത് 3503 വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ 3503ക്കും 3502വിനും കീ ആണ് വരുന്നത്. പക്ഷേ 3501 വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കീലെസ് എൻട്രി ആണ്. നമ്മൾ കാറിൻ്റെയൊക്കെ പോലെ നമ്മൾ റിമോട്ട് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇവിടെ ഒരു സ്വിച്ച് കാണും. വണ്ടി റിമോട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ കാറിൻ്റെയൊക്കെ കൂട്ട് കാർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ ആ ഒരു ഉപയോഗം. അപ്പം ഇതിന് താക്കോലാണ് വരുന്നത്. ഇതിനും 3502വിനും താക്കോലാണ് വരുന്നത്. മറ്റേ 3501ന് വരുന്നത് കീലെസ് എൻട്രിയാണ് വരുന്നത്. നമ്മൾക്കൊരു ചെറിയ റിമോട്ട് കണക്കുള്ളത് നമ്മുടെ കയ്യിൽ വെച്ചാൽ മാത്രം മതി വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇത് നല്ല വെയിറ്റാണ്, അത്യാവശ്യം നല്ല വെയിറ്റാണ് ഈ വണ്ടിക്ക്. മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് അങ്ങനെ ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇതിൻ്റെ ഈ വെയിറ്റ് കൂടുതലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇത് സി ടൈപ്പ് ചാർജറാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ സി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുത്തി നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇതിനൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ അത് നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കിതിൻ്റെ സീറ്റ് കുറച്ച് ഹാർഡാണ്. ഈ രണ്ടുമാണ് നമുക്ക് ഇതിനകത്ത് തോന്നിയിരിക്കുന്നത്. ഈ വാഹനം ഓടിച്ചപ്പോൾ നമുക്ക് തോന്നിയിരിക്കുന്ന നെഗറ്റീവ്. ഇത് പറയുന്നത് ഇതിൻ്റെ കസ്റ്റമർ തന്നെ പറഞ്ഞതാണ്. കസ്റ്റമർ എൻ്റെ ഒരു സുഹൃത്താണ്, അങ്ങനെ ഞാനിത് റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷനും ഇതിൻ്റെ സീറ്റ് ഹാർഡാണെന്നുള്ള കാര്യം കസ്റ്റമറുടെ റിവ്യൂ ആണ്. ഇതിൻ്റെ 2 സർവീസുകൾ, അതായത് ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം, വാഹനം നമ്മൾ ഡെലിവറി എടുത്തിട്ട് 1 മാസം. സെക്കൻഡ് സർവീസ് വരുന്നത് 5000 കിലോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 6 മാസം. ഇതിൻ്റെ കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ IDC റേഞ്ച് കമ്പനി പറയുന്നത് 153 കിലോമീറ്ററാണ്. നമ്മൾക്കെന്നാലും നമ്മൾ ഏകദേശം ഈ വാഹനം എടുത്തിട്ട് ഏകദേശം 2 മാസം ആകുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 130+ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം ഈ ഇലക്ട്രിക് വാഹനം നിങ്ങൾ എടുത്തിട്ട് കാര്യമുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വേസ്റ്റ് ഓഫ് മണി തന്നെ ആയിരിക്കും. 130+ നമുക്കിപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. ഇതെടുത്തിട്ട് ഏകദേശം ഒരു 2 മാസത്തിനടുത്തേ ആകുന്നുള്ളൂ. ഇതിൻ്റെ IDC റേഞ്ച് കമ്പനി പറയുന്നത് 153 കിലോമീറ്ററാണ്. എല്ലാ ഇലക്ട്രിക് വണ്ടിക്കും ഉള്ളതുപോലെ തന്നെ ഇതിനും റീജനറേഷൻ ഉണ്ട്. നമ്മൾ ആക്സിലേറ്റർ കുറച്ച് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് റീജനറേഷൻ വരികയും അങ്ങനെ ആ റീജനറേഷനിൽ കൂടെ നമ്മുടെ ബാറ്ററിയിലേക്ക് പവർ സ്റ്റോർ ആവുകയും ചെയ്യും. അത് എല്ലാ വാഹനങ്ങൾക്കും ഉള്ള ഒരു പ്രത്യേകത തന്നെയാണ്. അത് ഈ വാഹനത്തിനുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ തട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡ് തട്ടാതെ നമ്മൾ ഈ വണ്ടി ഡ്രൈവ് മോഡിലേക്ക് ഇടുകയാണെന്ന് അത് ഡ്രൈവ് മോഡിലേക്ക് ആകില്ല. ഞാനിപ്പോൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, ഞാനിപ്പോൾ ഡ്രൈവ് മോഡിലേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എനിക്ക് വണ്ടി ഡ്രൈവ് മോഡിലേക്കാക്കി വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. സ്റ്റാൻഡ് പൂർണ്ണമായിട്ട് ഞാൻ മുകളിലേക്കാക്കിയ ശേഷം ഞാൻ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, ഞാൻ ഡ്രൈവ് മോഡിലേക്ക് ഇട്ടു, വാഹനം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു പ്രത്യേകതയാണ്. നമ്മൾ അറിയാതെ ഇതിൻ്റെ സ്റ്റാൻഡ് തട്ടാതെ പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം യാതൊരു കാരണവശാലും സ്റ്റാർട്ടായി നമുക്ക് പോകാൻ പറ്റില്ല. അത് ഏറ്റവും നല്ലൊരു ഫീച്ചേഴ്സാണ്. ഇതിപ്പം ഡിസ്പ്ലേയിൽ നമുക്ക് 81% ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജ് കാണിക്കുന്നത്. ഡിസ്പ്ലേ തന്നെ നമുക്ക് എത്ര കിലോമീറ്റർ ഓടാം എന്നുള്ള റേഞ്ച് കാണിച്ചു തരുന്നത് 114 കിലോമീറ്റർ ഓടാം എന്നുള്ള റേഞ്ചാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. നമുക്കത് കാണാൻ പറ്റും. 81% ബാറ്ററിയുടെ ചാർജ് ഉള്ളത്. 114 കിലോമീറ്റർ നമുക്ക് ഓടാമെന്നുള്ളത് ഡിസ്പ്ലേ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. റേഞ്ച് എന്ന രീതിയിൽ ഈ കാണിച്ചു തരുന്നത് 114 കിലോമീറ്റർ 81% ചാർജ് ഉള്ളപ്പോൾ നമുക്ക് വാഹനം ഓടാൻ പറ്റും എന്നുള്ളതാണ് ഈ കാണിച്ചു തരുന്നതിൻ്റെ ഡിസ്പ്ലേ.
താക്കോൽ ഓൺ ചെയ്തു. താക്കോൽ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ബ്രേക്ക് ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് ആക്കി കഴിയുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേക്കകത്ത് ഡ്രൈവ് മോഡ് വന്നിട്ടുണ്ട്. ഡ്രൈവ് മോഡിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു കയറ്റം എന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം നല്ല അത്യാവശ്യം സാധാരണയുള്ള ചെറിയ കയറ്റങ്ങളെല്ലാം ഇന്നത്തെ 2 പേരെ വെച്ച് നമുക്ക് പോകുന്നതിന് ഡ്രൈവ് മോഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, ഈ ഡ്രൈവ് മോഡിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ കുത്തനെയുള്ള കയറ്റമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോഡ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഡി എന്നുള്ള ഈ സിമ്പിളിനകത്ത് നമ്മൾ ഒന്നുകൂടെ അമർത്താവുന്നുണ്ടെങ്കിൽ ഇത് സ്പോർട്സ് മോഡിലേക്ക് മാറും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡിസ്പ്ലേ കാണാം, സ്പോർട്സ് മോഡിലേക്ക് മാറി. സ്പോർട്സ് മോഡിലേക്ക് മാറുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ കയറ്റം കയറുന്നതിന് വളരെ എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ചേതക്കിൻ്റെ ആ ഒരു സെയിം പാറ്റേണിൽ ഡിസൈൻ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പണ്ടത്തെ ചേതക്കും പണ്ടത്തെ ബജാജിൻ്റെ സ്കൂട്ടേഴ്സ് എല്ലാം നമ്മളെല്ലാം ഒരുപാട് ഉപയോഗിച്ചവരാണ്, നമ്മൾ ഇഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെയും ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെയും ഡിസൈൻ അവർ കമ്പനി കൊണ്ടുപോയിരിക്കുന്നത്. അത്യാവശ്യം നല്ല കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഷോറൂമിൽ പോയി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് ബ്ലാക്ക് കളറാണ്. മറ്റുള്ള വേറെ കളറുകളെല്ലാം ഷോറൂമിൽ അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.